ഗ്രീഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 5ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ബയോയൻ്റ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ബയോയൻ്റ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കി നമ്മൾ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ബയോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കിയാൽ ഒരു കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ കപ്പലിനെ ഇങ്ങനെ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്ന ഒരു ഫോഴ്സ് ഈ പറയുന്ന വെള്ളത്തിൽ നിന്ന് പുറത്തോട്ട് ആക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് കോമൺ സെൻസ് വെച്ച് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത്തരത്തിൽ ഈ പറയുന്ന ഫ്ലൂയിഡുകൾ കാണിക്കുന്ന ഒരു ഫോഴ്സാണ് എന്ത്, ബയോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എന്താണ് ഒരു ഫ്ലൂയിഡ് എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നന്നായിരിക്കും. നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതിൽ നമ്മൾ പറഞ്ഞ ലിക്വിഡ് അതുപോലെ തന്നെ ഗ്യാസ്, ഇവർ രണ്ടുപേരെയും ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. ഈ പറയുന്ന ഫ്ലൂയിഡുകൾ കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബയോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ആര് കാണിക്കാറില്ല, സോളിഡ് ആയിട്ടുള്ള വസ്തുക്കൾക്ക് ബയോയൻ്റ് ഫോഴ്സ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാറില്ല. പ്ലവകക്ഷമ ബലം ഇങ്ങനെയാണ് ഈ ബയോയൻ്റ് ഫോഴ്സിൻ്റെ മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ സംഭവം സിമ്പിളാണ്. നോക്കി, നമുക്കറിയാവുന്നുള്ളൊരു പോയിൻ്റാണ്, ലിക്വിഡിനും ഗ്യാസിനും എന്തില്ല, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നുള്ളൊരു കാര്യമാണ് അല്ലേ. ഇവർക്ക് എന്തില്ല, ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു ഷേപ്പില്ല. ഇവർ ഏത് കണ്ടെയ്നറിൽ ഒഴിക്കുന്നു ആ ഷേപ്പിലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ ഇവർക്കിടയിൽ എന്തുകൊണ്ട്, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടോ ഇല്ലേ, ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഒരുമിച്ചിരിക്കുന്നത്. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊണ്ടവർ എന്ത് ചെയ്യും, ഒരുമിച്ച് വിട്ടുപോകാതെ വേർതിരിഞ്ഞു പോകാതെ ഒരുമിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്ലൂയിഡിലോട്ട് നമ്മൾ പുറത്ത് നിന്നൊരു സോളിഡ് ആയിട്ടുള്ള വസ്തുവിനെ ഇങ്ങനെ തള്ളിക്കയറ്റുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ് ചെയ്ത് കയറ്റുന്ന സമയത്ത്, ഈ പറയുന്ന ഫ്ലൂയിഡിനകത്തുള്ള ഈ ഫോഴ്സ്, പാർട്ടിക്കിൾസിനിടയിലുള്ള ഫോഴ്സ് എന്ത് ചെയ്യും, അവനകത്തോട്ട് കയറാതിരിക്കാൻ തിരിച്ചൊരു ഫോഴ്സ് കൊടുക്കും. ഈ ഫോഴ്സാണ് സത്യത്തിൽ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ബയോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്, ബയോയൻ്റ് ഫോഴ്സ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ബെഞ്ചിൽ നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഇരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ അടുത്ത ഒരു 4-5 കൂട്ടുകാർ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, നിങ്ങൾക്കിടയിൽ നല്ല ബോണ്ടിങ് ഉണ്ട്, അട്രാക്ഷനുണ്ട്, നിങ്ങൾ ഒരേപോലത്തെ ആൾക്കാരാണ്. എന്നാൽ പുറത്തു നിന്ന് വേറൊരുത്തും വന്ന് ഇങ്ങോട്ട് വന്ന് തള്ളി കയറാൻ നോക്കിക്കഴിഞ്ഞാൽ നോർമലി നിങ്ങൾ എന്ത് ചെയ്യും, ഈ നിങ്ങളുടെ ഫോഴ്സ് ഉപയോഗിച്ച് ഇവനെ തള്ളി പുറത്താക്കാൻ നോക്കും, ആണോ അല്ലേ? പക്ഷേ വന്നിരിക്കുന്നവൻ അതിശക്തനായ ഒരുത്തനാണെന്ന് വിചാരിക്കുക. അതായത് അവൻ തരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സിനേക്കാളും കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, മാറിപ്പോവേണ്ടി വരും, ആണോ അല്ലേ? അപ്പോൾ നിങ്ങളിവിടെ നമ്മൾ തിരിച്ചു കൊടുത്തൊരു ഫോഴ്സ് ഉണ്ടല്ലോ, ഇതേപോലത്തെ ഫോഴ്സ് ആര് കൊടുക്കും, ഫ്ലൂയിഡ് ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും കൊടുക്കും. ആര് കൊടുക്കും, ഫ്ലൂയിഡ് ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും കൊടുക്കും. എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഒരു ബീക്കറിനകത്ത് നമ്മൾ കുറേ വെള്ളം എടുത്തു എന്ന് വിചാരിക്കുക. ഈ വെള്ളത്തിൻ്റെ പാർട്ടിക്കിൾസ് അകത്തുണ്ട്. ഇവർക്കിടയിൽ എന്തുണ്ട്, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അല്ലെ, ഈ പറയുന്ന വാട്ടർ മോളിക്യൂൾസിനിടയിൽ എന്തുണ്ട്, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ അതിനിടയിലേക്ക് ഞാനൊരു സോളിഡ് ആയിട്ടുള്ള വസ്തുവിനെ കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു സോളിഡ് ആയിട്ടുള്ള വസ്തുവിനെ എന്ത് ചെയ്തു, ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ ഈ സോളിഡ് ആയിട്ടുള്ള വസ്തു നോർമലി എന്ത് ചെയ്യും, ഈ പറയുന്ന അകത്തിരിക്കുന്ന പാർട്ടിക്കിൾസിന് അല്ലേ, അതായത് ഈ പറയുന്ന അകത്തിരിക്കുന്ന, ഞാൻ മാച്ചപ്പോൾ എല്ലാം മാഞ്ഞു കേട്ടോ, സംഭവം നോക്കിയോ, ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഒരു സോളിഡായ വസ്തുവിനെ കൊണ്ടു. അപ്പോൾ എന്ത് പറ്റും, ഈ പറയുന്ന സോളിഡ് ഇരിക്കാൻ വേണ്ടി എടുക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇത്രയും സ്ഥലത്ത് വെള്ളത്തിന് എന്ത് ചെയ്യാണ്, ഇത് 4 സൈഡിലേക്കും പുഷ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വെള്ളം ചുമ്മാ ഇരിക്കുമോ, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ പാർട്ടിക്കിൾസ് വെറുതെ ഇരിക്കുമോ, ഇല്ല, അവരെന്ത് ചെയ്യും, തിരിച്ചൊരു ഫോഴ്സ് കൊടുക്കും. തിരിച്ചെന്ത് കൊടുക്കും, ഒരു ഫോഴ്സ് കൊടുക്കും. ഇങ്ങനെ ഈ പറയുന്ന ഫോഴ്സിനെയാണ് നമ്മൾ സിമ്പിളായി എന്ത് വിളിക്കുന്നത്, ബയോയൻ്റ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ പല സ്ഥലങ്ങളിലും എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഇവിടെ നോക്കിക്കോ, നിങ്ങളൊരു ബക്കറ്റിനകത്ത് ഒരു ബോട്ടിൽ കാലി ബോട്ടിലായിരിക്കണേ, വെള്ളമില്ലാത്ത ബോട്ടിൽ അടച്ചിട്ട് ഇങ്ങനെ മുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കയ്യിലോട്ട് എന്ത് വരുന്നുണ്ട്, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും, ആണോ അല്ലേ? അപ്പോൾ നമ്മൾ ഈ ബോട്ടിലിനെ വെള്ളത്തിൽ വെറുതെ ഇട്ടാൽ അത് പൊങ്ങിക്കിടക്കും, മുങ്ങിപ്പോകത്തില്ല. അതെന്ത് ചെയ്യും, ആ ബോട്ടിൽ വെള്ളത്തിലിങ്ങനെ പൊങ്ങിക്കിടക്കും. എന്നാൽ നമ്മൾ ശക്തമായിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ബോട്ടിൽ താഴോട്ട് പോകും. പക്ഷെ നമ്മുടെ കയ്യിലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. കൈ എടുക്കുമ്പോൾ തിരിച്ചു ആ ബോട്ടിൽ എന്ത് ചെയ്യും, മുകളിലോട്ട് വരും. അപ്പോൾ ആ ബോട്ടിലിനെ തള്ളി മുകളിലേക്ക് കൊണ്ടുവരുന്ന ആരാണ്, ഈ അകത്തിരിക്കുന്ന വാട്ടർ മോളിക്യൂൾ കൊടുക്കുന്ന ഫോഴ്സാണ്. ആ ഫോഴ്സാണ് എന്ത്, ബയോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് എന്ത് വിളിക്കുന്നത്, ബയോയൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ സിമ്പിൾ കാര്യം മനസ്സിലാക്കാനായിട്ടാണ് ഇവിടെ കുറേ ചോദ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളത്. നോക്കിയേ, ചോദ്യത്തിൽ പറയുന്നത് എന്താണ്, ആഫ്റ്റർ ഫുള്ളി ഇമേഴ്സിങ് ദിസ് ബോട്ടിൽ ഇൻ വാട്ടർ റിമൂവ് യുവർ ഹാൻഡ് ഫ്രം ദ ബോട്ടിൽ, വാട്ട് വിൽ യു ഒബ്സർവ്? അല്ലേ, നമ്മൾ ബോട്ടിലിനെ വെള്ളത്തിനകത്തേക്ക് മുക്കിയിട്ട് കൈ എടുത്താൽ ബോട്ടിൽ എന്ത് ചെയ്യും, the bottle will come up to the surface or the bottle will float to the surface. What made the plastic bottle rise to the surface of the water? നമ്മൾ എന്ത് പറയും, ഒരു ഫോഴ്സ്, ഫോഴ്സാണ് എന്ത് ചെയ്ത് അതിന് മുകളിലോട്ട് കൊണ്ടുപോകുന്നത്. ആ ഫോഴ്സിൻ്റെ പേരാണ് എന്ത്, ബയോയൻ്റ് ഫോഴ്സ്. എന്നാലും ഫോഴ്സ് എന്ന് നമുക്കിവിടെ പറയാം.
ഡസ് ദ ബോട്ടിൽ എക്സ്പീരിയൻസ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി? ഇഫ് യെസ്, ഇൻ വിച്ച് ഡയറക്ഷൻ? ഉറപ്പാണ് ഗ്രാവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതെപ്പോഴും എങ്ങോട്ട് തന്നെ ആയിരിക്കും? അത് താഴേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, താഴേക്കുള്ള ഗ്രാവിറ്റിയെ ഓവർകം ചെയ്യുന്ന ഒരു ഫോഴ്സാണ് ആര് കൊടുത്തത്? നമ്മുടെ ഫ്ലൂയിഡ് കൊടുത്ത ബിയോയിൻ്റ് ഫോഴ്സ്. അതുകൊണ്ടാണ് ബോട്ടിൽ എന്ത് ചെയ്തത്? ഫ്ലോട്ട് ചെയ്തത്. വൈ ഡസ് ദ ബോട്ടിൽ റിമെയിൻ ഇമേഴ്സ്ഡ് ഇൻ വൈ ഡസൻറ്റ് ദ ബോട്ടിൽ റിമെയിൻ ഇമേഴ്സ്ഡ് ഇൻ ദ വാട്ടർ? ചോദിച്ചാൽ എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ഫോഴ്സ് ഗിവൺ ബൈ ദ ഫ്ലൂയിഡ് ഓർ ദ വാട്ടർ ഈസ് മോർ ദാൻ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അത്രയേ ഉള്ളൂ ഉത്തരം. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ബിയോയൻ്റ് ഫോഴ്സ്. നമ്മളൊരു മഗ്ഗിൽ വെള്ളം നിറച്ചിട്ട് താഴെ വെച്ചിട്ട് ഈ മഗ്ഗിൽ പതുക്കെ മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് വെള്ളത്തിനകത്തിരിക്കുന്ന അത്രയും സമയം വലിയ വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. എന്നാൽ പെട്ടെന്ന് ഈ പറയുന്ന വെള്ളത്തിൻ്റെ മുകളിലെത്തുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു വെയിറ്റ് ഫീൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഈ പറയുന്ന കപ്പിനെ മുകളിലോട്ട് കൊണ്ടുവന്നപ്പോൾ ആരോ നമ്മളെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഒരു മുകളിലോട്ട് ഫോഴ്സ് ഒന്ന് സഹായിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വലിയ ഫോഴ്സ് ഫീൽ ചെയ്യാത്തത്. മറ്റൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ കിണറ്റിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ടുള്ളവരാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ മോട്ടറും പമ്പ് സെറ്റും ഒക്കെ കൊണ്ട്, എന്നാലും കിണറ്റിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ടുള്ളവരാണ് നിങ്ങൾക്കറിയാം. നമ്മൾ ഈ പറയുന്ന കയറിട്ടിട്ട് നമ്മൾ ഈ പറയുന്ന, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ തൊട്ടി എന്നാണ് വിളിക്കുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്ത് വിളിക്കും? ഈ പറയുന്ന സാധനത്തിന് മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ വെള്ളത്തിനകത്ത് ഇരിക്കുന്ന അത്രയും സമയം, വെള്ളത്തിൻ്റെ അകത്ത് നിന്ന് മൂവ് ചെയ്യുന്ന അത്രയും സമയം നമുക്ക് വലിയ ഫോഴ്സ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വലിയൊരു ഫോഴ്സ് ഇങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. പക്ഷേ എപ്പോഴാണോ ഈ സർഫസ് വിട്ട് നമ്മുടെ എയറിലോട്ട് ഈ പറയുന്ന പാത്രം എത്തുന്നത്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഇങ്ങോട്ടൊരു ടെൻഷൻ ഫീൽ ചെയ്യും. ടെൻഷൻ എന്ന് വെച്ചാൽ ഫോഴ്സ് ഫീൽ ചെയ്യൂലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വെള്ളത്തിനകത്തുണ്ടായിരുന്ന സമയം അത്രയും മുകളിലോട്ട് വരുന്ന ഈ പറയുന്ന സാധനത്തിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തോ ഒരു ഫോഴ്സ് ഈ വെള്ളം കൊടുത്തിരുന്നു. ആ ഫോഴ്സിൻ്റെ പേരാണെന്ത്? ബിയോയൻ്റ് ഫോഴ്സ്. അതിൻ്റെ ക്വസ്റ്റ്യനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം അത് തന്നെയാണ്. നമ്മൾ എന്ത് ഡിഫറൻസാണ് പറ്റുന്നത്? സർഫസിന് മുകളിലെത്തുമ്പോഴത്തേക്കും നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ പറയുന്ന വെള്ളം ഫോഴ്സ് കൊടുക്കുന്നതുകൊണ്ട്. ഇനി ഇവിടെ വേറെ ചോദ്യം വരും. ഇത് ലിക്വിഡിന് മാത്രമാണോ ഉള്ളത് ബിയോയൻ്റ് ഫോഴ്സ്? അല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഫ്ലൂയിഡിനകത്ത് എല്ലാം ഇതേ ഉണ്ടാവും. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഹീലിയം ബലൂൺ. ഹീലിയം നിറച്ച് ബലൂൺ നമുക്കറിയാലോ, ഉത്സവപ്പറമ്പിൽ പോകുമ്പോൾ കിട്ടുന്നത്. ആ പറയുന്ന ബലൂൺ നമ്മൾ കൈവിട്ടാൽ എന്ത് ചെയ്യും? അത് ആകാശത്തോട്ട് പറന്ന് പോകും. എന്തുകൊണ്ടാണ്? എയർ എന്ന് പറയുന്ന ആളവിടെ എന്ത് കൊടുക്കുന്നുണ്ട്? ഈ പറയുന്ന പോലെ ബിയോയൻ്റ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നമ്മളെന്താ പറന്നു പോകാത്തത്? നമ്മൾ പറന്നു പോകാത്തത് നമുക്ക് വെയിറ്റ് കൂടുതലായതുകൊണ്ടാണ്. ഹീലിയം ബലൂണിന് വെയിറ്റ് കുറവാണ്. അത് തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്തുന്നു ഫസ്റ്റ് നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട പോയിന്റ്, വാട്ട് ഈസ് ബിയോയൻ്റ് ഫോഴ്സ്? എന്താണ് ബിയോയൻ്റ് ഫോഴ്സ്? ഉത്തരം എത്രയേ ഉള്ളൂ. വെൻ ആൻ ഒബ്ജക്റ്റ്, എപ്പോഴെങ്കിലും ഒരു ഒബ്ജക്റ്റ് കംപ്ലീറ്റ് മൊത്തമായിട്ടോ പാർഷ്യലി പകുതിയായിട്ടോ ഒരു ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുക എങ്കിൽ അവിടെ ഒരു അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആര്? ഫ്ലൂയിഡ്. ആരിലേക്ക്? ഒബ്ജക്റ്റിലേക്ക്. ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിയോയൻ്റ് ഫോഴ്സ്, അല്ലെങ്കിൽ ഇത് നമ്മൾ ബിയോയൻസി എന്ന് വിളിക്കും. ഓക്കെ, ബിയോയൻസി അല്ലെങ്കിൽ ബിയോയൻ്റ് ഫോഴ്സ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? അപ്പോൾ ബിയോയൻസി, BUOY അല്ല, അപ്പോൾ ബിയോ എന്ന് പറയാം. ഓക്കെ, നിങ്ങളെങ്ങനെ വായിക്കും? ബോയൻസി എന്ന് പറയും. ബോയൻസി എന്ന് വേണമെങ്കിലും പറഞ്ഞു. അപ്പോൾ എന്താ ബോയൻസി എന്ന് വെച്ചാൽ, വെൻ ആൻ ഒബ്ജക്റ്റ്, എപ്പോഴാണോ ഒരു ഒബ്ജക്റ്റ് മൊത്തമായോ അല്ലെങ്കിൽ പകുതിയായോ ഒരു ഫ്ലൂയിഡിൽ ഇമേഴ്സ് ചെയ്തിരിക്കുന്നത്, ഫ്ലൂയിഡ് മുകളിലേക്കൊരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ബിയോയൻ്റ് ഫോഴ്സ്. ബിയോയൻ്റ് ഫോഴ്സ്. ഓക്കെ, നമ്മൾ എയർ ബബിള് വെള്ളത്തിനകത്ത് നിന്ന് പതുക്കെ കുമ്പളായ മുകളിലോട്ട് പോകുന്നതും ഈ ഫോഴ്സ് കൊണ്ട് തന്നെ ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, എങ്ങനെ നമുക്ക് ബിയോയൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? നോക്കിയേ, ഫ്ലൂയിഡ് ആയിട്ടുള്ള കേസിൽ നമ്മളിവിടെ ലിക്വിഡിനെയാണ് എടുക്കുന്നത്. ഓക്കെ, ഒരു ലിക്വിഡ് ഒരു ഒബ്ജക്റ്റിലേക്ക് എത്ര ബിയോയൻ്റ് ഫോഴ്സ് കൊടുക്കുന്നു എന്നതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഭൂമി കൊടുക്കുന്ന ഫോഴ്സാണ്. ആ വെയിറ്റ് മെഷർ ചെയ്യുന്ന ഉപകരണത്തിൻ്റെ പേരാണ് സ്പ്രിങ് ബാലൻസ്. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ ഒരു സ്പ്രിങ് ബാലൻസ് ഒരു ഒബ്ജക്റ്റിൻ്റെ എന്ത് തരും? ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് തരും. പറയടെ, വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിലേക്ക് ഭൂമി കൊടുക്കുന്ന ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് നമ്മൾ mg എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ വെയിറ്റ് നോക്കാനായിട്ട് നിൽക്കുന്നു അല്ലേ? നിങ്ങൾ കടയിൽ പോയി എന്ന് വിചാരിക്കുക. കുറച്ച് പഴയ ഒരു കടയിലാണ് പോയത്. ആ കടയിൽ എന്തുണ്ട്? ആ കടയിൽ ഇപ്പോഴും പഴയ കോമൺ ബാലൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ത്രാസ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, കോമൺ ബാലൻസ്. ഈ കോമൺ ബാലൻസ് നിങ്ങൾ വെയിറ്റ് നോക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെ എന്ത് നോക്കുന്നു? വെയിറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, കോമൺ ബാലൻസിൽ നോക്കുന്നത് മാസല്ലേ? അത് വിട്, രണ്ടായിരം നമ്മൾ വെയിറ്റ് എന്ന് ഇവിടെ തൽക്കാലം പഠിച്ചു വെച്ചോ.
ഇതാ ഇവിടെ ഞാനൊരു വെയിറ്റിൻ്റെ കട്ട ഇട്ടു 5 കിലോഗ്രാം. കടക്കാരൻ ഇവിടെ കൊണ്ടുവന്ന് 5 കിലോയ്ക്കുള്ള അരി കൊണ്ടുവന്ന് വെച്ചു. 5 കിലോഗ്രാം അരി ഇവിടെ ഉണ്ട്. പക്ഷേ ഈ കടക്കാരൻ കള്ളനാണ്. അയാൾ 4.5 കിലോഗ്രാമേ വെച്ചുള്ളൂ. എന്നിട്ട് പതുക്കെ എന്ത് ചെയ്തു, കൈ കൊണ്ടൊരു സപ്പോർട്ട് ഇങ്ങോട്ട് കൊടുത്തു. കാരണം നമുക്കറിയാം 4.5 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 4.5 ഇൻറ്റു 9.8 ന്യൂട്ടൺ ഫോഴ്സിലാണ് ഭൂമി എന്ത് ചെയ്യുന്നത്, ഇവനെ താഴോട്ട് വലിക്കുന്നത്. ഇവിടെയാണെങ്കിൽ എത്രയാണ്, 5 ഇൻറ്റു 9.8 ന്യൂട്ടൺ ഫോഴ്സിലാണ് താഴോട്ട് വലിക്കുന്നത്. രണ്ട് ബാലൻസ് ആവുമോ? ഇല്ല. ഈ പറയുന്ന ത്രാസ് എങ്ങോട്ട് നിൽക്കും, താഴോട്ട്, ഈ ഭാഗം താഴോട്ടാവും. അപ്പോൾ ഈ ആലോചിച്ച് നോക്കി, ഈ കടക്കാരൻ പതുക്കെ കൈ കൊണ്ട് ഇതിന് മുകളിലോട്ടൊരു ചെറിയ ഫോഴ്സ് കൊടുത്തു എന്ന് വിചാരിക്കുക. കൈ കൊണ്ട് മുകളിലോട്ടൊരു ഫോഴ്സ് കൊടുത്തു എന്ന് വിചാരിക്കുക. നമുക്ക് എന്ത് പറ്റും, ഈ പറയുന്ന ത്രാസ് ബാലൻസ് ആയിട്ട് നമുക്ക് തോന്നും. ആണോ അല്ലേ? അപ്പോൾ താഴോട്ടുള്ള ഫോഴ്സിന് പകരം മുകളിലോട്ടുള്ളൊരു ഫോഴ്സ് കൊടുത്തു. ആ ഫോഴ്സ് ഇവിടുത്തെ കേസിൽ എത്രയായിരിക്കും, അതൊരു 0.5 ഫോഴ്സ് ആയിരിക്കും അല്ലേ. 0.5 മാസ് വരുന്ന എത്രയാണോ അത്രയും ഫോഴ്സ് ആയിരിക്കും അയാൾ കൊടുത്ത്. അപ്പോഴാണ് ഇത് രണ്ടും എന്തായത്, ബാലൻസ് ആയത്. അതേ ലോജിക്ക് വെച്ചാണ് നമ്മൾ ബയോയിൻസി അളക്കാൻ പോകുന്നത്. ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, എയറിൽ വെച്ചെടുക്കും. എവിടെ വെച്ചെടുക്കും, എയറിൽ വെച്ചെടുക്കും. സപ്പോസ് ഞാനിപ്പോൾ പറയുകയാണ്, എയറിൽ വെച്ചെടുത്തപ്പോൾ കിട്ടിയത് ഒരു 100 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. എത്രയാണ്, 100 ന്യൂട്ടൺ. അതേ ഒബ്ജക്റ്റ് ഞാൻ വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് മുക്കി. ആ ഒബ്ജക്റ്റിനെ വെള്ളത്തിൽ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് മുക്കി, എന്നിട്ട് വെയിറ്റ് എടുത്തു. സപ്പോസ് ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു 90 ന്യൂട്ടൺ ആണ്. എത്ര ന്യൂട്ടൺ ആണ്, 90 ന്യൂട്ടൺ ആണ്. അപ്പം നമുക്ക് എയറിൽ വെച്ചെടുത്തപ്പോൾ ഇവിടെ ചുറ്റും എയറേ ഉള്ളൂ. എയറിൽ വെച്ചെടുത്തപ്പോൾ വെയിറ്റ് 100 ന്യൂട്ടൺ. വെള്ളത്തിൽ വെച്ചെടുത്തപ്പോൾ എത്ര ന്യൂട്ടൺ, 90 ന്യൂട്ടൺ. 10 ന്യൂട്ടൺ എവിടെ പോയി കാണും? 10 ന്യൂട്ടൺ ആര് കൊടുക്കുന്നുണ്ട്? ഈ പറയുന്ന വെള്ളം മുകളിലോട്ട് കല്ലിനെതിരെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. കാരണം എന്താണ്, ഒരുമിച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് പുറത്തുനിന്ന് കയറി വന്നവനാണ് കല്ല്. ഈ കല്ല് വെള്ളത്തിനെ പുഷ് ചെയ്ത് മാറ്റിയിട്ടാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ചുറ്റുമുള്ള വെള്ളം എന്ത് ചെയ്യും, പുറത്തോട്ട് തിരിച്ചൊരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് എത്ര ന്യൂട്ടനോളം വരും, 10 ന്യൂട്ടനോളം വരും. അതുകൊണ്ടാണ് എന്ത് പറ്റിയത്, ഈ 10 ന്യൂട്ടൺ നമ്മുടെ സ്പ്രിംഗ് ബാലൻസിൽ കുറച്ച് കാണിച്ചത്. അപ്പോൾ ഇവിടെ വെള്ളം കൊടുത്ത ബയോയിൻ്റ് ഫോഴ്സ് എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം എത്രയാണ്, 10 ന്യൂട്ടൺ. കാരണം ആ 10 ന്യൂട്ടൺ വെയിറ്റാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒബ്ജക്റ്റിന് കുറഞ്ഞത്. അപ്പോൾ നമുക്ക് എങ്ങനെ ബയോയിൻ്റ് ഫോഴ്സ് മെഷർ ചെയ്യാൻ പറ്റും? സിമ്പിളാണ്. ഒരു ഒബ്ജക്റ്റ് ഒരു ഫ്ലൂയിഡിലായിരിക്കുമ്പോൾ ബയോയിൻ്റ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്തിന് ഈക്വൽ ആയിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ ലോസ് ഓഫ് വെയിറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ വെയിറ്റിലുണ്ടായ നഷ്ടം എത്രയാണോ അത്രയായിരിക്കും എന്ത്, അവിടുത്തെ ബയോയിൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ കാണാതെ പഠിച്ചു വെക്കേണ്ട രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. ഇത് കാണാതെ പഠിച്ചു വെച്ചാൽ മാത്രം പോരാ, ഇവിടുന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും. അതായത് ഒരു സ്റ്റോണിൻ്റെ വെയിറ്റ് എന്ത് ചെയ്യും, ക്വസ്റ്റ്യന് തരും. അതായത് ഇപ്പോൾ സപ്പോസ് എയറിൽ വെച്ചിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ 200 ന്യൂട്ടൺ. വെള്ളത്തിൽ വെച്ചെടുത്തപ്പോൾ ഉള്ള വെയിറ്റ് എന്ന് പറയുന്നത് 190 ന്യൂട്ടൺ. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ബയോയിൻ്റ് ഫോഴ്സ് എന്ന് ചോദിക്കും. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 200-ൽ നിന്നും ഈ പറയുന്ന 190 മൈനസ് ചെയ്തിട്ട് നമ്മൾ 10 ന്യൂട്ടൺ ആണെന്നുള്ളത് എഴുതാനായിട്ടുള്ള ചോദ്യവും ഇവിടുന്ന് വരാം. ഓക്കെ ആണോ? അപ്പോൾ 2 പോയിന്റ് നമ്മൾ പഠിച്ചു. എന്താണ് ബയോയിൻ്റ് ഫോഴ്സ്? വെൻ എൻ ഒബ്ജക്റ്റ് ഈസ് ഫുള്ളി ഓർ പാർഷ്യലി ഇമേഴ്സ്ഡ് ഇൻ എ ഫ്ലൂയിഡ്, ദ അപ്വേർഡ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഓർ എക്സൈറ്റഡ് ബൈ ദ ഫ്ലൂയിഡ് ഓൺ ദ ഒബ്ജക്റ്റ് ഈസ് ദ ബയോയിൻ്റ് ഫോഴ്സ്. ഹൗ ടു മെഷർ ബയോയിൻ്റ് ഫോഴ്സ്? വെൻ എൻ ഒബ്ജക്റ്റ് ഇൻ എ ഫ്ലൂയിഡ് ഈസ് when an object in a fluid, the bioint force experienced by the object is equal to the loss of weight of the object. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, എന്തൊക്കെ കാര്യങ്ങളാണ് ബയോയൻസിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ബയോയൻസി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ് ഉള്ളത്. ഒന്ന് ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡും മറ്റൊന്ന് വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ്. എന്തൊക്കെയാണ്? ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡും മറ്റൊന്ന് വോളിയം ഓഫ് ദ ഒബ്ജക്റ്റ്. അപ്പോൾ നമ്മളിവിടെ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന് എന്താണ് ഡെൻസിറ്റി, എന്താണ് വോളിയം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിൻ്റെ യൂണിറ്റ് മാസ് ഞാൻ എടുത്തു. അതായത് ഞാനൊരു ഒബ്ജക്റ്റിൻ്റെ 1 യൂണിറ്റ് മാസ് എടുത്തു. അപ്പോൾ എന്താ യൂണിറ്റ് മാസ് എന്ന് വെച്ചാൽ? സിമ്പിളാണ്. ഇപ്പോൾ ഞാൻ 1 കിലോഗ്രാം മാസ് ഓഫ് ഒബ്ജക്റ്റ് എടുത്തു എന്ന് വിചാരിക്കാം. ഈ പറയുന്ന 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ യൂണിറ്റ് മാസ് എടുത്തു. ഈ യൂണിറ്റ് മാസിനകത്ത് എത്ര പാർട്ടിക്കിൾസ് ഇരിപ്പുണ്ട്? എത്ര പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എത്ര മാസ് ഇരിപ്പുണ്ട്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഡെൻസിറ്റി എന്ന് വിളിക്കുന്നു. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? മാസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൾഡ് ഡെൻസിറ്റി എന്ന് പറയാം. സംശയമുള്ളവർക്ക് ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ഇരുമ്പെടുത്തു.
ഞാൻ പഞ്ഞി കോട്ടൺ എടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 1 കിലോഗ്രാം വെയിറ്റ് കിട്ടാനായിട്ടുള്ള ഇരുമ്പെന്ന് പറയുന്നത് ചിലപ്പോൾ എന്താ ഈ ഒരു വലിപ്പമേ കാണുകയുള്ളൂ. എന്നാൽ അതേ 1 കിലോഗ്രാമുള്ള കോട്ടൺ എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ഇതോ ഇത്രയും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായോ? ഇരുമ്പെന്ന് പറയുന്ന സാധനത്തിനകത്ത് മാസ് അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ അടുപ്പിച്ച് അടുക്കി വെച്ചേക്കുകയാണ്. കാരണം നമുക്ക് വെയിറ്റ് അറിയാം, നമുക്ക് അറിയാമല്ലോ, വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, M×G ആണ്. അപ്പോൾ ഇരുമ്പിൻ്റെ കുറഞ്ഞ ഒരു സാധനം, കുറഞ്ഞ ഒരു അളവെടുത്തപ്പോൾ തന്നെ അതിനകത്ത് മാറ്റർ ഇങ്ങനെ മാസ് ഇങ്ങനെ നിറച്ച് വെച്ചേക്കുകയാണ്. അതുകൊണ്ട് എന്താണ്, നല്ല വെയിറ്റ് അനുഭവപ്പെടും. പക്ഷെ കോട്ടൺ ആണെങ്കിൽ അതിനകത്ത് പാർട്ടിക്കിൾസ് അത്രത്തോളം ഞെരുക്കിയൊന്നും അല്ല വെച്ചേക്കുന്നത്, കുറച്ച് ദൂരെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഇരുമ്പിൻ്റെ ഡെൻസിറ്റി കൂടുതൽ, കോട്ടൻ്റെ ഡെൻസിറ്റി കുറവ് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു യൂണിറ്റ് ഭാഗം, അതായത് ഇപ്പോൾ ഞാനൊരു മതിൽ കെട്ടി വെച്ചേക്കുകയാണ്. ആ മതിൽ ഞാൻ കുറേ ഇഷ്ടിക വെച്ചാൽ കെട്ടിയേക്കുന്നത്. അപ്പോൾ ആ മതിലിൻ്റെ യൂണിറ്റ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ഇഷ്ടികയുടെ വലിപ്പമാണ് യൂണിറ്റ് മാസ്. അതുപോലെ ഒരു വസ്തുവിൻ്റെ ഒരു യൂണിറ്റ് ഭാഗം എടുത്താൽ അതിൽ എത്രത്തോളം മാറ്ററിൻ്റെ അളവാണല്ലോ മാസ്, എത്രത്തോളം മാസ് അടങ്ങിയിട്ടുണ്ട് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഡെൻസിറ്റി കൂടുന്തോറും ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് കൂടും. കാരണം എന്താ, ഡെൻസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് എത്രത്തോളം തിങ്ങി ഞെരുങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥമാണ് എന്ത്, ഡെൻസിറ്റി. നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി പഠിക്കൂലേ? പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, ഒരുപാട് ആൾക്കാർ ഒരു ചെറിയ സ്ഥലത്ത് തിങ്ങി ഞെരുങ്ങി താമസിക്കുന്നു. അപ്പോൾ അതുപോലെ ഇതിനെ മാസ് ഡെൻസിറ്റി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ വെറും ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് ഭാഗത്ത് എത്രത്തോളം സാധനങ്ങൾ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങി ഇരിക്കുന്നു, അതാണ് ഡെൻസിറ്റി. അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയെ അഫക്റ്റ് ചെയ്യും. രണ്ടാമത്തെ വോളിയം എന്താണെന്ന് അറിയാമല്ലോ, എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ആ പുറത്ത് കാണുന്ന വലിപ്പം അല്ലേ, നമ്മൾ കാണൂല്ലോ, പുറത്ത് കാണുന്ന ഒരു വലിപ്പമല്ലേ, ആ വലിപ്പത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വോളിയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സിനെയാണ് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ബിയോയൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മൾ 3 ലിക്വിഡ്സ് എടുത്തേക്കുകയാണ്. 1 സാച്ചുറേറ്റഡ് വാട്ടർ, 2 വെറും വാട്ടർ, 3 ഗ്ലിസറിൻ. ഈ 3 ലിക്വിഡ് നമ്മൾ എടുത്തിട്ട് ഈ 3 ലിക്വിഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒരേ വെയിറ്റുള്ള 3 ഒബ്ജക്റ്റുകളെ മുക്കി നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയണം ഈ പറയുന്ന ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എങ്ങനെയാണ് ഈ പറഞ്ഞ ബോയിൻ്റ് ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം, ആർക്കാണ് ഇതിൽ ഡെൻസിറ്റി കൂടുതലെന്നാണ്, സാച്ചുറേറ്റഡ് വാട്ടറിനാണോ വെറും വാട്ടറിനാണോ ഗ്ലിസറിനാണോ. അപ്പോൾ അത് സഹായിക്കാനായിട്ട് നമുക്കൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കി നമുക്ക് അറിയാൻ പറ്റും, വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1000ഉം സോൾട്ട് വാട്ടറിൻ്റെ 1025ഉം ഗ്ലിസറിൻ്റെത് 1260ഉമാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി കൂടുതൽ ആർക്കാണ്, ഗ്ലിസറിനാണ്. ഓക്കെ, ഡെൻസിറ്റി ഒന്നാം സ്ഥാനം ഗ്ലിസറിനാണ്. രണ്ടാമത്തേത് സാച്ചുറേറ്റഡ് വാട്ടറിനും, മൂന്നാമത്തെ എന്തിനാണ്, നമ്മുടെ നോർമൽ വാട്ടറിനുമാണ്. അപ്പോൾ ഏറ്റവും ഡെൻസിറ്റി ഇതിൽ കൂടുതൽ ആർക്കാണ്, ഗ്ലിസറിനാണ്. ഏറ്റവും കുറവ് ആർക്കാണ്, വെള്ളത്തിനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന 3 പേര് ഇതിനകത്തോട്ട് മുക്കുമ്പോൾ എവിടെയായിരിക്കും ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് കൂടുതൽ? ആലോചിച്ച് നോക്കി, നമ്മൾ പറഞ്ഞു ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടെ കൊടുക്കുന്ന ബോയൻ്റ് ഫോഴ്സും എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് കൂടും, ബോയൻ്റ് ഫോഴ്സും കൂടും. അങ്ങനെ ബോയൻ്റ് ഫോഴ്സ് കൂടുതൽ ഇവിടെ ആർക്കായിരിക്കും, നമുക്കറിയാം ഡെൻസിറ്റി കൂടിയ ഗ്ലിസറിൻ്റെ ആയിരിക്കും ബോയൻ്റ് ഫോഴ്സ് എന്തെന്ന് പറയുന്നത്, കൂടുതലെന്ന് പറയുന്നത്. അപ്പോൾ ബോയൻ്റ് ഫോഴ്സ് കൂടിയ ഗ്ലിസറിനിൽ നമ്മൾ ഈ പറയുന്ന ഒബ്ജക്റ്റിനെ ഇമേഴ്സ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, കൂടുതൽ ഫോഴ്സ് താഴെ നിന്ന് മുകളിലോട്ട് കൊടുക്കും. അതായത് ഇപ്പോൾ 100 ഗ്രാമാണ് വെയിറ്റ് എങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ പറയുന്ന ഗ്ലിസറിനെ മുക്കുമ്പോൾ കാണുന്നത് എത്രയായിരിക്കും, ഒരു 50 ഗ്രാം ആയിരിക്കും. ഇനി ഇതേ സാധനത്തിന് നമ്മൾ എവിടെ മുക്കുകയാണ്, സാച്ചുറേറ്റഡ് വാട്ടറിൽ മുക്കുമ്പോൾ സാച്ചുറേറ്റഡ് വാട്ടറിന് ഡെൻസിറ്റി ഗ്ലിസറിൻ്റെ അത്ര ഇല്ലെങ്കിൽ വാട്ടറിനേക്കാളും കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്തായിരിക്കും, അതും അത്യാവശ്യം ഫോഴ്സ് കൊടുക്കും. സോ അവിടെ നമുക്ക് മുക്കുമ്പോൾ ചിലപ്പോൾ 100 ഗ്രാം ഏറെ കിട്ടി, നമുക്ക് അവിടെ കിട്ടുന്ന എത്രയായിരിക്കും, ഒരു 70 ഗ്രാം ആയിരിക്കും. ഇതേ സാധനത്തിൽ നമ്മൾ വെള്ളത്തിൽ മുക്കുമ്പോൾ എന്ത് പറ്റും, വെള്ളത്തിലെ ഡെൻസിറ്റി വീണ്ടും കുറവാണ്. അപ്പോൾ എന്തായിരിക്കും, വെള്ളം കൊടുക്കുന്ന ബോയിൻ്റ് ഫോഴ്സും കുറവായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് എത്രയായിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ 80 ഗ്രാം ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ലോസ് ഓഫ് വെയിറ്റ് ഏറ്റവും കൂടുതൽ എവിടെയാണ്, ഗ്ലിസറിനിലാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അതായത് വെയിറ്റ് ഓഫ് ദ സ്ലോട്ടഡ് വെയിറ്റ് ഇൻ ലിക്വിഡ്. ഓക്കെ, അത് സോൾട്ട് വാട്ടർ, സാച്ചുറേറ്റഡ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ഊഹം എടുക്കുകയാണ്, ഒരു 70 ഗ്രാം ആയിരിക്കും, വെള്ളത്തിനകത്ത് അതൊരു 80 ആയിരിക്കും, ഗ്ലിസറിനകത്ത് എത്രയായിരിക്കും, ഒരു 50 ഗ്രാം ആയിരിക്കും. അപ്പോൾ ലോസ് ഓഫ് വെയിറ്റ് ഏറ്റവും കൂടുതൽ എവിടെയാണ്, ഗ്ലിസറിനിലാണ്. അല്ലേ, എത്ര, 50 ഗ്രാമോളം വെയിറ്റ് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. വെള്ളത്തിൽ എത്തിയപ്പോൾ അത് വെറും 20 ഗ്രാമാണ് നഷ്ടപ്പെട്ടത്. എന്നാൽ സാച്ചുറേറ്റഡ് വാട്ടർ എത്തിയപ്പോൾ എത്രയാണ്, അത് 30 ഗ്രാമാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിൽ ബോയിൻ്റ് ഫോഴ്സ് കൂടുതൽ ആർക്കാണ്,
അത് ഗ്ലിസറിനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കൂടുമ്പോൾ അത് കൊടുക്കുന്ന ബോയിൻ്റ് ഫോഴ്സും എന്ത് ചെയ്യുന്നു, കൂടുന്നു എന്ന് നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ നോക്കി എക്സാമ്പിൾ നടത്തി നോക്കി അല്ലെങ്കിൽ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി നമുക്ക് എന്ത് ചെയ്തു, കാര്യം പിടികിട്ടി. സോ ഇൻ വിച്ച് ലിക്വിഡ് ഇറ്റ് ദ സ്ലോട്ടഡ് വെയിറ്റ് എക്സ്പീരിയൻസ് ദ ഗ്രേറ്റസ്റ്റ് ബോയിൻ്റ് ഫോഴ്സ്, എവിടെയായിരിക്കും, അത് ഗ്ലിസറിനിൽ ആയിരിക്കും. ഇൻ വിച്ച് ലിക്വിഡ് ഇറ്റ് ദ സ്ലോട്ടഡ് വെയിറ്റ് എക്സ്പീരിയൻസ് ദ ലീസ്റ്റ് ബോയിൻസി, എവിടെയായിരിക്കും, അത് നോർമൽ വാട്ടറിലായിരിക്കും. വിച്ച് ലിക്വിഡ് ഗിവൻ ഇൻ ദ ടേബിൾ ഹാസ് ദ ഹയസ്റ്റ് ഡെൻസിറ്റി, തന്നിട്ടുള്ളതിൽ ഹയസ്റ്റ് ഡെൻസിറ്റി ആർക്കാണ്, അത് ഗ്ലിസറിനാണ്. ഓക്കെ, തന്നിട്ടുള്ള ഹയസ്റ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ആർക്കാണ്, ഗ്ലിസറിന് ആണ്. വിച്ച് ലിക്വിഡ് ഗിവൻ ഇൻ ദ ടേബിൾ ഹാസ് ലോ ഹയസ്റ്റ് ഡെൻസിറ്റി നമ്മൾ പറഞ്ഞു. വൈ ഡിഡ് ദ സ്ലോട്ടഡ് വെയിറ്റ് എക്സ്പീരിയൻസ് ദ ഗ്രേറ്റസ്റ്റ് ബോയിൻ്റ് ഫോഴ്സ് ഇൻ ഗ്ലിസറിൻ, ബിക്കോസ് ദ ഡെൻസിറ്റി ഓഫ് ഗ്ലിസറിൻ ഈസ് മോർ. ഗ്ലിസറിൻ്റെ ഡെൻസിറ്റി കൂടുതലായിട്ടാണ് എന്ത് ചെയ്തത്, കൂടുതൽ ബോയിൻ്റ് ഫോഴ്സോടെ എക്സ്പീരിയൻസ് ചെയ്തത്. ആസ് ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻക്രീസസ് ദ ബോയിൻ്റ് ഫോഴ്സ് ആൾസോ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇതാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്, മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇരുമ്പും കോപ്പർ നമുക്കറിയാം. ഇരുമ്പും കോപ്പറും എടുക്കുകയാണെങ്കിൽ ഞാനിവിടെ ഈക്വൽ വെയിറ്റ് ഓഫ് ഇരുമ്പായിട്ട് കോപ്പർ എടുത്തു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ 1 കിലോഗ്രാം ഇരുമ്പെടുത്തു. ഇതാ ഈ വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 1 കിലോഗ്രാം കോപ്പർ എടുത്തപ്പോൾ അത് കുറച്ചും കൂടെ വലുതാണ്. 2 ഞാൻ വെള്ളത്തിലെടുത്തിട്ട് മുക്കി. അപ്പോൾ വെള്ളം എന്ത് ചെയ്യും, തിരിച്ച് ഫോഴ്സ് കൊടുക്കും, തിരിച്ച് ഫോഴ്സ് കൊടുക്കും. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കിയേ, ഇത്രയും സ്ഥലത്ത് മാത്രമേ വെള്ളം ഡിസ്പ്ലേസ് ആവുന്നുള്ളൂ, അവിടെ മാത്രമേ എന്ത് ആക്ട് ചെയ്യുന്നുള്ളൂ, ബോയിൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇവിടെ ആണെങ്കിൽ ഇത്രയും സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളത്തിന് മാറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ നമുക്കൊരു 4 മോളിക്യൂളിൽ നിന്ന് മുകളിലോട്ട് ഫോഴ്സ് കൊടുക്കാനേ പറ്റുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ ആണെങ്കിലോ 1 2 3 4 5 6 7 മോളിക്യൂളിൽ നിന്ന് മുകളിലോട്ട് തള്ളാനുള്ള സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക. 2 ഒരേ ലിക്വിഡാണല്ലോ, നമ്മൾ 2 ഒരേ ലിക്വിഡിലാണല്ലോ ഇമേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളതും വാട്ടർ തന്നെ, ഇവിടെ ഉള്ളതും വാട്ടർ തന്നെ. അപ്പോൾ ഇവനുള്ള അതേ ശക്തി തന്നെ ഇവനും ഉണ്ട്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ 4 പേർക്ക് നിന്ന് തള്ളാനുള്ള സ്ഥലമേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ എത്രയാണ്, ഒരു 8 പേർക്കും തള്ളാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നോക്കി നോക്ക്, 2 ആർക്കായിരിക്കും കൂടുതൽ ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്നത്, ഇവിടെ ആയിരിക്കും. ലോജിക്ക് ഇവിടെ കിട്ടിയ, നമ്മൾ ഏത് ഒബ്ജക്റ്റിനെയാണോ വെള്ളത്തിൽ മുക്കുന്നത് അതിൻ്റെ വോളിയം കൂടുമ്പോൾ കൂടുതൽ സ്ഥലം ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുകയാണ്. അങ്ങനെ കൂടുതൽ സ്ഥലത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ബോയിൻ്റ് ഫോഴ്സ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. കിട്ടിയ ലോജിക്ക് നമ്മളെന്താ പറഞ്ഞത്, ഒബ്ജക്റ്റിൻ്റെ വോളിയം അത് കൂടുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ബോയിൻ്റ് ഫോഴ്സും കൂടുതലായിരിക്കും. വോളിയം ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻക്രീസസ്, ഇറ്റ് ഡിസ്പ്ലേസസ് മോർ ഫ്ലൂയിഡ് റിസൾട്ടിങ് ഇൻ ഗ്രേറ്റർ ബോയിൻ്റ് ഫോഴ്സ്. ഓക്കെ, അതായത് ഞാൻ വീണ്ടും ബീക്കർ എടുത്തു. ഇവിടെയാണെങ്കിൽ ഞാൻ മുക്കിയത് ഇരുമ്പിനെയാണ്, ഇരുമ്പിൻ്റെ വോളിയം കുറവാണ്. ഇവിടെയാണെങ്കിൽ ഞാൻ മുക്കിയത് ആരെയാണ്, കോപ്പറിനെയാണ്, കോപ്പറിൻ്റെ വോളിയം കൂടുതലാണ്. ഇരുമ്പ് കുറച്ച് മോളിക്യൂളിനെ മാത്രമേ ഡിസ്പ്ലേസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ കോപ്പർ അതേസമയം വോളിയം കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ മോളിക്യൂളിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നു. കൂടുതൽ മോളിക്യൂളിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത് കാരണം കൂടുതൽ ഫോഴ്സ് ആര് കൊടുക്കുന്നു, മോളിക്യൂള് കൊടുക്കുന്നു. ഇവിടെ കുറച്ച് ഫോഴ്സ് കൊടുക്കാനേ പറ്റുന്നുള്ളൂ. സോ ബോയിൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് കൂടുതൽ. അപ്പോൾ ഇതാണെന്ത്, 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്ന ഒരു ഭാഗമാണ്. ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് പഠിക്കുക. നെക്സ്റ്റ് വരുന്ന ആർക്കിമിഡീസ് പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ ടോട്ടൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ